എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു 3 tiered സ്കേർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ കാൽക്കുലേഷൻ നോക്കാം. ടോട്ടൽ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 16 ഇഞ്ചസ് ആണ്. അതുപോലെ തന്നെ വേസ്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് 26.5 ഇഞ്ചസ് ആണ്. ഈ രണ്ട് മെഷർമെൻറ്റ് മതി നമുക്ക് ഇങ്ങനത്തെ സ്കേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിങ്ങനെ പാനലിനെ 3 ഡിവൈഡ് ചെയ്തു. എ ബി സി എന്ന്. എ എന്നുള്ളത് വേസ്റ്റിനോട് ചേർന്നുള്ള പാനലാണ്. അത് ആ പാനലിൻ്റെ വീതി കണ്ടുപിടിക്കുന്നത് വേസ്റ്റ് മെഷർമെൻറ്റിനെ 1.5 കൊണ്ട് ടൈംസ് ചെയ്യാം, അല്ലെങ്കിൽ 2 കൊണ്ട്. ഒരുപാട് വിരിവ് വേണമെങ്കിൽ അതിൻ്റെ ഇരട്ടി എടുക്കാം, അല്ലെങ്കിൽ 26.5 ടൈംസ് 1.5 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനെ റൗണ്ട് ചെയ്ത് ഞാൻ 41 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി ബി എന്നുള്ള പാനലിൻ്റെ 41 ഇഞ്ചസ് ടൈംസ് 2 1.5 അല്ലെങ്കിൽ 2 എടുക്കാം. ഞാൻ 2 ആണ് എടുക്കുന്നത്, ഇരട്ടിയാണ് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ എടുക്കുന്നതനുസരിച്ച് അതിൻ്റെ ചുരുക്ക് കൂടി വരും. സി എന്നുള്ളത് 81, അതായത് മൂന്നാമത്തെ പാനലാണ്. അത് 81 ഇഞ്ചസിന് ടൈംസ് 2, അതും 1.5 വേണമെങ്കിൽ എടുക്കാം. ഞാൻ ടൈംസ് 2 ആണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ ടിയറിൻ്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് 16 ഇഞ്ചസാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത്. അതിന് ഞാൻ പൊക്കത്തിലെ 2 പാനൽ 6 ഇഞ്ച് വീതവും, അതായത് എ എന്നുള്ളത് 6, ബി 6, സി എന്നുള്ള അതായത് മൂന്നാമത്തെ ടിയർ 4 ഇഞ്ചസാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പൊക്കത്തിൽ തന്നെ വേസ്റ്റ് ബാൻഡ് വരും. അപ്പോൾ ഞാനതിന് ഒരു 4 ഇഞ്ചസ് അതിന് വേണ്ടി ആഡ് ചെയ്തു, പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും. അപ്പോൾ ടോട്ടൽ എടുക്കുമ്പോൾ അത് 11 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ടിയർ കട്ട് ചെയ്യുമ്പോൾ 6 + 1 ഇഞ്ചസ്, അതായത് 1 ഇഞ്ച് സീം അലവൻസ് ഇട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഞാനിതാ സൽവേജ് ടു സൽവേജ് നീളത്തിൽ മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. ആദ്യത്തെ പാനൽ 11 ഇഞ്ച് കട്ട് ചെയ്യുന്നു, രണ്ടാമത്തത് 6 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് സീം അലവൻസ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പാനൽ 4 ഇഞ്ച് വീതിയും 1 ഇഞ്ച് സീം അലവൻസും. അങ്ങനെ ഇതുപോലെ മെഷർ ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. രണ്ടാമത്തെ പാനലിൻ്റെ വീതി എന്ന് പറയുന്നത് 81 ഇഞ്ചാണ്. അതുകൊണ്ട് നമുക്ക് 2 പീസ് കട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ മൂന്നാമത്തെ പാനലിൻ്റെ വീതി 163 ഇഞ്ചാണ്. അതുകൊണ്ട് അതിനും 2 പീസ് കട്ട് ചെയ്യേണ്ടി വരും. 1 മീറ്റർ തുണി ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇറക്കം കൂടുതൽ വേണമെങ്കിൽ മാത്രം കൂടുതൽ തുണി മതിയാവും. നമുക്ക് ആവശ്യമുള്ള പീസസ് കട്ട് ചെയ്തിട്ട് അത് ഓരോന്നും മെഷർ ചെയ്ത് പിൻ ചെയ്ത് ഒരുമിച്ച് മാറ്റി വയ്ക്കാം. ഈ സെൽവേജ് അല്ലെങ്കിൽ തേര് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ചേരുന്ന പീസസുകളെല്ലാം ഞാൻ പിൻ ചെയ്ത് വയ്ക്കുന്നത്. നമ്പർ ഇട്ട് ഞാൻ വെച്ചു 1 2 3 എന്ന്. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാതെ തയ്ക്കാൻ പറ്റും. തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ അടിവശം മടക്കി എടുക്കേണ്ടതും അതുപോലെ തന്നെ ഇലാസ്റ്റിക് കേസിങ് ഒക്കെ ചെയ്യാനുള്ളതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കി വയ്ക്കാം. ഇലാസ്റ്റിക് കേസിങ് ചെയ്യുമ്പോൾ ഈ തുടക്കത്തിൻ്റെ അവിടുന്ന് ഒരു 4 ഇഞ്ച് 2 സൈഡിൽ നിന്നും വിട്ടിട്ട് വേണം കേസിങ് തയ്ക്കാൻ. ഇലാസ്റ്റിക് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്ത് മാർക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി 5 ഇഞ്ച് വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അതുപോലെ തന്നെ ആ പാനലിൻ്റെ അടിവശം മടക്കി തയ്ക്കേണ്ടവർക്ക് മടക്കി തയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കണക്ക് റോളർ ഹെം ഫുട്ട് ഉപയോഗിച്ചിട്ട് തയ്ക്കാം. അതുപോലെ തന്നെ എക്സ്ട്രാ 2 പീസസ് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ ഇത് നമുക്ക് ഫ്രഞ്ച് സീം വെച്ചിട്ട്
ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ള പ്രത്യേകത അതിൻ്റെ സൈഡ് നൂല് അലുത്ത് വരില്ല. അതുപോലെ തന്നെ ഓവർലോക്കർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാതെ നീറ്റായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്താ റോങ് സൈഡുകൾ തമ്മിലാണ് ഞാൻ ഇതുപോലെ മാച്ച് ചെയ്ത് വെച്ച് തയ്ച്ചത്. എനിക്കതിന് സെൽവേജുള്ള പീസാണത്, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് ഒരു 3/8 ഇഞ്ച് നിർത്തിയിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുന്നു. എന്നിട്ട് നല്ല വശത്തേക്ക് ഇതുപോലെ മറിച്ചിട്ടിട്ട് റോങ് സൈഡിൽ തയ്ക്കുന്നു. ഇതിന് പറയുന്നത് ഫ്രഞ്ച് സീം എന്നാണ്. അപ്പം നമുക്ക് ഓവർലോക്കർ ഇല്ലാതെ തന്നെ നീറ്റായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ എല്ലാ പീസസും യോജിപ്പിക്കുന്നത്. അതായത് പാനലിൻ്റെ വിട്ട് കൂട്ടി വേണ്ടി ഇങ്ങനെയാണ് ഞാൻ യോജിപ്പിക്കുന്നത്. അപ്പോൾ നല്ല സൈഡിൽ നോക്കിയാൽ ഒരു ജോയിൻറ്റ് കാണാം, പുറകിൽ നോക്കുമ്പോൾ ഇതുപോലെ മടങ്ങിയിരിക്കും. ഒന്നാമത്തെ പാനലിൻ്റെ അടിവശം നമുക്ക് തയ്ക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ പാനലിൻ്റെ 2 വശവും തയ്ക്കാനുള്ളതാണ്. പിന്നെ മൂന്നാമത്തെ പാനലിൻ്റെ അടിവശം ഞാൻ ചെറുതായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്, വീതി കുറച്ച്. ഈ റോളർ ഹെം ഫുട്ടിൽ 2 മില്ലിമീറ്ററാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. റോളർ ഹെം ഫുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സിഗ്സാഗ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെറുതായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വളരെ വീതി കുറച്ച് മടക്കി തയ്ക്കാം. ഞാനിവിടെ സിഗ്സാഗ് സ്റ്റിച്ചാണ് സെലക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ച് ലെങ്ത്ത് 2 ആണ് ഉപയോഗിക്കുന്നത്, 2 മില്ലിമീറ്ററാണ് ഉപയോഗിക്കുന്നത്. അതിൽ എൻ്റെ മെഷീനിൽ നമ്പർ 8 ആണ് സിഗ്സാഗ്, അത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് സ്റ്റിച്ച് ലെങ്ത്ത് എന്ന് പറയുന്നത് 2ഉം സെലക്ട് ചെയ്യുന്നു. അപ്പോൾ തീരെ ടൈനി ആയിട്ടുള്ള സ്റ്റിച്ചസ് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഒരു ലോങ് ടെയിലിട്ടുന്നു ത്രെഡിൻ്റെ. എന്നിട്ട് തുണി ഇതുപോലെ അങ്ങനെ അടിയിലോട്ട് വെച്ചിട്ട് ആദ്യം ഒരു 2 സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് അതിൻ്റെ അരിവശം വളച്ച് വെച്ച് കൊടുത്ത് വേണം തയ്ക്കാൻ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ആദ്യം തുടങ്ങി തന്നെ നല്ല നീറ്റായിട്ട് വരും. ഈ ലെവലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് സ്റ്റിച്ചസ് നീറ്റായിട്ടാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതുപോലെ എപ്പോഴും ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് വേണം, ഒരു സ്ക്രാപ്പ് ഫാബ്രിക്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഫാബ്രിക് നമുക്ക് കാണാം ആ ഗ്രൂവിനോട് ചേർന്ന് ഇതുപോലെ മടങ്ങി വരും, എന്നാലേ നീറ്റായിട്ട് വരും. അല്ലെങ്കിൽ ഒരുപാട് ബൾക്കായിട്ട് അതിൻ്റെ സൈഡ് വശം കയറിയിരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലെ നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എല്ലാ സൈഡും ഇതുപോലെ തയ്ച്ചെടുക്കാം. അതിനുശേഷം ഫ്രഞ്ച് സീമിൻ്റെ ആ കോർണർ ബൾക്കായിട്ടുള്ള ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റോളർ ഫുട്ട് ഉപയോഗിച്ച് തയ്ക്കുമ്പോൾ പ്രശ്നമില്ലാതെ തയ്ക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്യാതറിംഗ് ആണ്. അതിനുവേണ്ടി ഞാൻ റെഡ് ത്രെഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാനുള്ള എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റിച്ച് ലെങ്ത്ത് 2.2 എന്നുള്ളത് ഞാൻ 3 ആക്കുന്നു. ഇത് അവസാനം നമുക്ക് ഊരിക്കളയാനുള്ള സ്റ്റിച്ചാണ്. അതുപോലെ തന്നെ ത്രെഡ് കട്ട് ചെയ്യുമ്പോൾ ഞാൻ ബോബിൻ ത്രെഡ് ലോങ് ആയിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൽ പിടിച്ചിട്ടായിരിക്കും അത് വലിച്ചിട്ടാണ് ഗ്യാദർ ചെയ്യുന്നത്. അത് 2 റോ സ്റ്റിച്ച് 1 സെൻറ്റിമീറ്റർ അകലത്തിൽ തയ്ച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഗ്യാദർ ചെയ്യുന്ന മെത്തേഡൊക്കെ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോസിലെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് നൈറ്റി തയ്ച്ചിരിക്കുന്ന വീഡിയോകളിലെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ്
തയ്ക്കുന്നത്. 2 റോ തയ്ച്ചതിന് ശേഷം നമുക്ക് ഗ്യാതറിങ് ചെയ്യാം. ആ ബോബിൻ ത്രെഡിൽ പിടിച്ച് ജെൻറ്റ്ലി വലിക്കണം. ഒരുപാട് വലിച്ച് നൂല് പൊട്ടിക്കാൻ പാടില്ല. അത് ഞാൻ മേശപ്പുറത്ത് വെച്ചിട്ടാണ് ഗ്യാതറിങ് ചെയ്യുന്നത്. ഇതുപോലെ ഈ ത്രെഡിൽ പിടിച്ച് ചുരുക്ക് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യുന്നത്. പാനലുകൾ തമ്മിൽ നമ്മൾ യോജിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടോപ്പ് പാനൽ അതുപോലെ തന്നെ മിഡിൽ വെച്ച് മടക്കി, അതുപോലെ തന്നെ ബോട്ടം പാനലും അതുപോലെ തന്നെ 2ആയിട്ട് നടുവെ മടക്കിയിട്ട് ആ മിഡിൽ പോയിൻറ്റ്സ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് 2 സൈഡിൽ നിന്നും ചുരുക്ക് അടുപ്പിച്ചടുപ്പിച്ച് നടുക്ക് ഭാഗത്തേക്ക് കൊണ്ടുവരുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സാധാരണ 2 സൈഡിൽ നിന്നും ചുരുക്ക് നടുക്ക് വശത്തേക്ക് ഇതുപോലെ പിടിച്ച് ചുരുക്ക് നടുക്ക് ഭാഗത്തേക്ക് അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കാം. എന്നിട്ടത് ഓരോ സൈഡും പിൻ ചെയ്തിട്ട് കുത്തുവാണെങ്കിൽ ചുരുക്ക് എല്ലാ ഭാഗത്തേക്കും നല്ല ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗ്യാതറിങ്ങൾ വെച്ചാൽ ഞാൻ പൊക്കത്തി വെച്ചിട്ട് ഒരു നീഡിൽ ഉപയോഗിച്ച് ആ ചെറിയ ചെറിയ പ്ലീറ്റ്സിനെ ഉള്ളിലേക്ക് തിക്കി വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അതിനെ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ആ റെഡ് ത്രെഡ്, അതായത് ഗ്യാതറിങ്ങിന് ഉപയോഗിച്ച ആ ത്രെഡ് കൈകൊണ്ട് ഊരിക്കളയാം. നമുക്ക് അങ്ങനെ എല്ലാ പാനലുകളും യോജിപ്പിച്ചതിന് ശേഷം ഇനി ഇലാസ്റ്റിക് അറ്റാച്ച് ചെയ്യണം. അതിനു വേണ്ടി വേസ്റ്റ്
എൻ്റെ ഓപ്പൺ എൻഡ് നല്ല വശങ്ങൾ തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് സ്കേർട്ടിൻ്റെ അറ്റം വരെ തയ്ക്കുന്നു. അപ്പം നമ്മൾ ആ 4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുന്ന രണ്ട് സൈഡിൽ നിന്നും കൂടി ഗ്യാപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇലാസ്റ്റിക് കടത്താനായിട്ട് അതുവഴി കടത്താൻ സാധിക്കും. ഞാൻ ഈ സൈഡ് ഓവർലോക്ക് ചെയ്യുന്നതിന് പകരം സിഗ്സാഗ് സ്റ്റിച്ചാണ് കൊടുത്തത്. ഇനി ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി ഈ ഓപ്പണിങ് കൂടിയാണ് നമ്മൾ ഇലാസ്റ്റിക് കടത്തുന്നത്. ഒരു പിൻ ഉപയോഗിച്ച് കടത്തും. ഇലാസ്റ്റിക് ഞാൻ 24.5 ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത്. 2 ഇഞ്ച് കുറവായിട്ടാണ്, വേസ്റ്റ് മെഷർമെൻറ്റിനേക്കാളും 2 ഇഞ്ച് കുറവായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക് ഇതുപോലെ ജോയിൻ ചെയ്തു. 2 റോ സിഗ്സാഗ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇനി ജോയിൻ ചെയ്തു. ഇനി ഈ ഓപ്പണിങ് ക്ലോസ് ചെയ്യാൻ വേണ്ടി സ്ട്രൈറ്റ് സ്റ്റിച്ചിട്ട് ഇതുപോലെ വലിച്ച് സ്ട്രൈറ്റ് ആയിട്ട് ഇതുപോലെ വന്നു. ഇനി വേണമെങ്കിൽ ഈ ഇലാസ്റ്റിക്കിൻ്റെ പൊക്കത്തിൽ കൂടി 2 റോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്ക് എന്നെ എഴുതി അറിയിക്കണം. ഹാപ്പി സെർവിങ്.